2012 രാജ്യത്തെ ഏറ്റവും വലിയ കലാപ്രദർശനമായ കൊച്ചി മുസിരിസ് ബിനാലെ ആരംഭിച്ചതു മുതൽ ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രസിദ്ധമായ ആസ്പിൻ വാൾ ഹൗസിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു വ്യവസായമായിരുന്നു ആസ്പിൻ വാൾ ഹൗസ് എന്ന കാര്യം അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. മട്ടാഞ്ചേരിയിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോൾ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് അറബിക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പൈതൃക സ്വത്താണ് ആസ്പിൻ വാൾ ഹൗസ്. ബിനാലയുടെ പ്രധാന വേദികളിൽ ഒന്നുകൂടിയാണിത്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 178 വർഷത്തെ ചരിത്രമുള്ള ഇംഗ്ലീഷുകാരുടെ വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് പിന്നിലെ കഥകളും വളരെ രസകരമാണ്. ഒരിക്കൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വന്തമായിരുന്നു ഈ ഒരു കെട്ടിടം. പിന്നീട് 1844 ഔട്ടേഴ്സൺ ക്യാമ്പൽ ആൻഡ് കമ്പനി ആ കെട്ടിടം ഏറ്റെടുക്കുകയും അതിന്റെ കടൽ തീരത്തുള്ള ഓഫീസും സ്വത്തുക്കളും 1846 റിച്ചി സ്റ്റുവർട്ട് ആൻഡ് കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു. 1863 കൊച്ചിയിലെ റിച്ചി സ്റ്റുവർട്ട് ആൻഡ് കമ്പനിയിൽ പാർട്ട്ണറായി ജോൺ എച്ച് ആസ്പിൻവാൾ എന്ന ഇംഗ്ലീഷുകാരനെത്തി. അമേരിക്കൻ ശീതയുദ്ധം കാരണമുണ്ടായ പ്രതിസന്ധികൾ കാരണം കമ്പനി 1867 ആയപ്പോഴേക്കും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. അമേരിക്കയിൽ നിന്നുള്ള പരുത്തിയുടെ വരവ് നിലച്ചതായിരുന്നു കച്ചവടം മോശമാകാൻ കാരണമായത്. 1867 കമ്പനി തകർന്നതോടെ കമ്പനി താൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് ആസ്പിൻവാൾ നിർദ്ദേശം വയ്ക്കുകയും മുഴുവൻ ആസ്തിയും കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറായ ജോൺ എച്ച് ആസ്പിൻവാളിന് ലഭിക്കുകയും അദ്ദേഹം അവിടെ തന്റെ ഷിപ്പിംഗ് സ്ഥാപനമായ ആസ്പിൻവാൾ ആൻഡ് കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലെ മലബാർ തീരത്തെ ആദ്യകാല സംരംഭങ്ങളിൽ ഒന്നായിരുന്നു 1867 ജോൺ എച്ച് ആസ്പിൻവാൾ സ്ഥാപിച്ച ആസ്പിൻവാൾ ആൻഡ് കമ്പനി. വിവിധ സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളക്, വെളിച്ചെണ്ണ, തടി, പിന്നീട് കയർ, കാപ്പി, ചായ, റബ്ബർ എന്നിവയുടെ വ്യാപാരത്തിൽ ഏർപ്പെടുകയും കമ്പനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിലുള്ള നിരവധി കെട്ടിടങ്ങളിൽ ചിലത് ഓഫീസ് കെട്ടിടങ്ങളായും റെസിഡൻഷ്യൽ ബംഗ്ലാവായും ഉപയോഗിച്ചിരുന്നു. 1889 ഉണ്ടായ തീപിടുത്തത്തിൽ കമ്പനിക്ക് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായി. ആസ്പിൻവാൾ ആൻഡ് കമ്പനിയുടെ നിരവധി ഗോഡൌണുകൾ കത്തി നശിച്ചു. തീപിടുത്തത്തിന് ശേഷം നിർമ്മിച്ച കെട്ടിടമാണ് ഇപ്പോഴും കൊച്ചിയിലുള്ളത്. 1956 കോളനി ഭരണത്തിന് അവസാനമായതോടെ ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. ഈ സമയത്ത് തിരുവിതാംകൂർ രാജകുടുംബം കമ്പനിയുടെ ഒരു ചെറിയ ഓഹരി സ്വന്തമാക്കുകയും ബാക്കിയുള്ള ഓഹരികൾ 1971 രാജകുടുംബം വാങ്ങുകയും ചെയ്തു. കൊച്ചിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ കൂടിയായിരുന്നു ആസ്പിൻവാൾ. ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റായും കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊച്ചിക്ക് ഒരു തുറമുഖം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം ചിന്തിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. 2000 കമ്പനി കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ പരമ്പരാഗത ബിസിനസ്സുകളും തുടർന്നു പോരുകയും ചെയ്തു. കൂടാതെ USA, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇടപ്പള്ളിയിലാണ് ആസ്പിൻവാൾ ആൻഡ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓഫീസുകൾ, ഫാക്ടറി, തോട്ടങ്ങൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ റിയൽ എസ്റ്റേറ്റ് ഭീമനായ DLFന്റെ കീഴിലാണ് ആസ്പിൻവാൾ ഹൗസ് പ്രവർത്തിക്കുന്നത്.